പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപക്ഷെ സ്ത്രീകൾ ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ നിയമക്കുരുക്കിൽ പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. 2005 ഇത്തരത്തിലൊരു നിയമം നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വന്നത്. സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക, ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കെതിരെ കളവായി കേസ് കൊടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിയമക്കുരുക്കിൽ പെടുത്തുവാൻ വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുന്ന അനവധി നിയമങ്ങളിൽ ഒന്നുമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഈ നിയമത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായും സ്ത്രീകൾക്കും അവരുടെ കുട്ടികൾക്കുമാണ് ഈ നിയമം മൂലം സംരക്ഷണം ലഭിക്കുന്നത്. ആർക്കാണ് പരാതി കൊടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ആർക്കൊക്കെ പരാതി കൊടുക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീക്കും കുട്ടിക്കും, ഒരു ഗാർഹിക റിലേഷൻഷിപ്പിലുള്ള ഗാർഹിക ബന്ധത്തിലുള്ള ഏതൊരു സ്ത്രീക്കും അവരുടെ കുട്ടിക്കും ഈ ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഈ നിയമം അനുസരിച്ച് പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെ തരത്തിലുള്ള അബ്യൂസുകൾക്കെതിരെയാണ് അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കെതിരെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല, വെർബൽ, അതായത് കായികമായ അല്ലെ ശാരീരികമായ ഉപദ്രവം മാത്രമല്ല, വെർബൽ, നമ്മൾ വാക്കിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ സെക്ഷുവലായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണി അല്ലെങ്കിൽ ചീത്ത വിളിക്കുക തുടങ്ങിയ ഏതൊരു തരത്തിലുള്ള കാര്യം, അല്ലെങ്കിൽ അവഹേളിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക തുടങ്ങിയ ഏത് തരത്തിലുള്ള അതിക്രമമാണെങ്കിലും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ നിയമം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ നിയമം ഉപയോഗിച്ച് മറ്റൊരു സ്ത്രീക്കെതിരെ, അതായത് സ്വന്തം അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ മകൾക്കെതിരെ, ഭർത്താവിനെതിരെ, അമ്മായിമ്മയ്ക്കെതിരെ, അതങ്ങനെ തുടങ്ങി ബന്ധുക്കൾക്കെതിരെ എല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു നിയമമാണ്. അല്ലെങ്കിൽ അവരിൽ നിന്നും എല്ലാം നിങ്ങൾ അതിക്രമം നേരിടുന്നുണ്ടെങ്കിൽ ഭാര്യ, ഭർത്താവ് എന്നതിലേക്കപ്പുറം അവരുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, നാത്തൂൻ അല്ലെങ്കിൽ അളിയന്മാരെന്ന് പറയുന്നത് പോലെ ആ ബന്ധുക്കളെ എല്ലാം ഉൾപ്പെടുത്തി അബ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കും. ഇനി എവിടെയാണ് ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫീസ്, ജില്ലാ സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസിൽ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് പരാതി കൊടുക്കാം, അതല്ലെങ്കിൽ കോടതിയിൽ പരാതി കൊടുക്കാം. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഉത്തരവുകളാണ് നമുക്ക് ഈ നിയമത്തിൽ നിന്ന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിയമം മൂലം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് സംരക്ഷണ ഉത്തരവ് അഥവാ പ്രൊട്ടക്ഷൻ ഓർഡറാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റെസിഡൻസ് ഉത്തരവാണ്. നമുക്ക് താമസിക്കുവാനുള്ള അല്ലെങ്കിൽ പാർപ്പിടത്തിനുള്ള ഉത്തരവ് ഈ നിയമം മൂലം നമുക്ക് സമ്പാദിക്കാം. മൂന്നാമതായി നോക്കിക്കഴിഞ്ഞാൽ മോണിറ്ററി റിലീഫ്, അതായത് ചിലവിന് ഉള്ള തുക അനുവദിച്ച് ലഭിക്കുന്നതിനേക്ക് വേണ്ട അല്ലെങ്കിൽ മരുന്നിനും പഠനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും അങ്ങനെയുള്ള ആവശ്യത്തിലേക്കുള്ള ചില മെയിൻ്റനൻസ് ചോദിക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഉത്തരവ് സമ്പാദിക്കാം. അതുപോലെ തന്നെ കുട്ടിയുടെ ടെമ്പററി കസ്റ്റഡിയുടെ കാര്യങ്ങൾ നമുക്ക് ഈ ഉത്തരവിലൂടെ അല്ലെങ്കിൽ ഈ ഒരു നിയമം മൂലം ഉത്തരവ് സമ്പാദിക്കാൻ സാധിക്കും. ഇതുകൂടാതെ കോമ്പൻസേഷൻ ഉത്തരവ് നമുക്ക് സമ്പാദിക്കാം. നിങ്ങൾ അനുഭവിച്ച വെർബൽ അല്ലെങ്കിൽ ശാരീരിക, മാനസിക, എക്കണോമിക്കൽ അബ്യൂസിനെതിരെ ഒരു കോമ്പൻസേഷനും ഈ നിയമത്തിലൂടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഇത്തരത്തിൽ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ഈ പറയപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നിയമം ഉപയോഗിച്ച് ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നിയമപരമായുള്ള അറിവുകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.